ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫെബ്രുവരി 2025 പ്രഡിക്ഷൻസ് എന്താണെന്ന് നോക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൂന്ന് പൈൽസാണ് ഇവിടെ ഉള്ളത്. പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. ഇന്ന് ഞാൻ കാർഡ്സ് എല്ലാം ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫൈനൽ കാർഡ് മാത്രം ഓൺ ക്യാമറ ഷഫിൾ ചെയ്യും. ഓക്കെ, പൈൽ 1 താല്പര്യമുള്ളവർക്ക് പൈൽ 1 ചൂസ് ചെയ്യാം. പൈൽ 2 ആണെങ്കിൽ പൈൽ 2, പൈൽ 3 ആണെങ്കിൽ പൈൽ 3. അതേസമയം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ വൈസ് ഇത് പൈറൈറ്റ് ക്രിസ്റ്റലാണ്, ഇത് ലാബ്രഡോറൈറ്റ്, ഇത് മലക്കൈറ്റ്. ഓക്കെ, സോ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ റീഡിങ് കേൾക്കാം, ഏതാണ് നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിൽ കേൾക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത പർട്ടിക്കുലർ പൈൽ, ഓക്കെ, ആ പൈൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഓക്കെ. സോ പൈൽ 1ൻ്റെ റീഡിങ്ങാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പൈൽ 1 ഈ പറഞ്ഞ പോലെ പൈറൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പൈറൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസ്, ഓക്കെ, നമ്മുടെ ഫൈനാൻസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്, മണി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് പൈറൈറ്റ് ക്രിസ്റ്റലുമായിട്ടായിരിക്കും. അപ്പം പൈറൈറ്റ് ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത തന്നെ ഫൂളിഷ് സ്റ്റോൺ അല്ലെങ്കിൽ ഫൂൾസ് മണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ ഫൂൾസ് മണി എന്ന് പറയുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്റ്റോണാണ്. ലൈക്ക് എന്തൊക്കെയോ തിളക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോണാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾക്ക് ഫെബ്രുവരി ഒരു ലക്കി മന്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ക്രിസ്റ്റൽ വൈസ്. ഞാൻ ഈ കാർഡ്സ് ഒന്നും കണ്ടിട്ടില്ല, നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്രിസ്റ്റലിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും റീസെൻ്റ്ലി കേട്ടു വർക്ക് ചെയ്ത് കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് വർത്ത് വർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കതുപോലെ തന്നെ എന്താ പറയുക, ഈ ക്രിസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഡെസ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നൊരു ക്രിസ്റ്റലാണ്. ഓക്കെ, ഓൾ റൈറ്റ്. നമുക്കപ്പോൾ കാർഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ഓൾ റൈറ്റ്, ഫസ്റ്റ് നമുക്ക് ടാരോ കാർഡ്സ് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ടാരോ കാർഡ്സ്, റൈറ്റ്, 3 ടാരോ കാർഡ്സ് ആണ്. ഇത് ലാസ്റ്റ് വരാൻ ആഗ്രഹിച്ച ടാരോ കാർഡല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് തന്നെ എടുക്കാം. ഓൾ റൈറ്റ്, എംപ്രസ്. എനിക്കതാണ് ഇഷ്ടം, ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാർഡ്സ്. ഞാൻ വിചാരിച്ചു ഓൺ ക്യാമറ ഷഫിൾ ചെയ്യുമ്പോൾ മാത്രമേ നല്ല രസമുള്ള എക്സ്പീരിയൻസ് കിട്ടുമെന്ന്, പക്ഷേ അല്ലാണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ് ആണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ദ ഫുൾ കാർഡ്. ഇത് മൂന്നും ഈ പറഞ്ഞ പോലെ ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. എസ്പെഷ്യലി ദ ഫുൾ കാർഡ്. ന്യൂ ബിഗിനിങ് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ, കാരണം ഫൈനാൻസ് പരമായിട്ടും ഈ ഫെബ്രുവരി മന്ത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു മന്തായിരിക്കും. കാരണം ഫൈനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഓഫർ, ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നു, അൺഎക്സ്പെക്റ്റഡ് മണി നമുക്ക് വരുന്നു. അത് മാത്രമല്ല എന്താ പറയുക, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു മന്തായിരിക്കും ഫെബ്രുവരി മന്ത്. എംപ്രസ് കാർഡാണ്. എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രൗണ്ടിങ് ആണ്. അതുപോലെ തന്നെ പുള്ളിക്കാരത്തെ കാണുമ്പോൾ തന്നെ അറിയാം വീനസിൻ്റെ എനർജി അതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ഉള്ളൊരു മന്തായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 2025 എന്ന് പറയുന്നത്. അത് മാത്രമല്ല പല ആൾക്കാരും ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഫൈനാൻസിനെ കുറിച്ചുള്ള ഈ പറഞ്ഞ പോലെ കാർഡ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പൈറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ അബണ്ടൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം ഫെബ്രുവരിയിൽ. വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് ഡെഫിനറ്റ്ലി ഇത് വെച്ച് വർക്ക് ചെയ്യണേ. ഭയങ്കര ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആ ഫൈനാൻസ് പരമായിട്ടുള്ള എന്തെങ്കിലും സ്റ്റക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് പരമായിട്ടുള്ള ഒരു കാര്യം കിട്ടുന്നില്ല, പല രീതിയിൽ നമ്മൾ ഫൈനാൻസ് നമുക്ക് പലയിടത്തുനിന്ന് വരാനുള്ളതിനൊരു തടസ്സം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റവും അതിലൊരു ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മന്ത്, അതായത് നമുക്കൊരു ന്യൂ റിലേഷൻഷിപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു,
ഓക്കെ. കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനുള്ളൊരു കാര്യങ്ങളായിട്ടാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നതെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നമുക്ക് ഫെബ്രുവരി മന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടൊരു എനർജി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് ഈ പുള്ളി ജെനുവിനാണോ അല്ലെങ്കിൽ ഈ പുള്ളിയെ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ഒന്ന് അലേർട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. കാര്യം ദ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിലെടുക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ ഭയങ്കര ഒരു ചൈൽഡ് ലൈക്ക് അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊന്നും അത്രയും ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളായിരിക്കില്ല. ഓക്കെ. ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സണെ മനസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിലാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് എംപ്രസ് കാർഡാണ്. എംപ്രസ് കാർഡ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ചില ആൾക്കാരുണ്ട് ഫൈനാൻസ് പരമായിട്ടെല്ലാം ഉണ്ട്, പക്ഷേ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അവർ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം റിലേഷൻ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഈ പറയും പോലെ ഫെബ്രുവരി മന്ത് ഭയങ്കര സൂപ്പർബ് എനർജി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു എനർജി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ല, ഒന്നും ഫൈനലൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ ഓപ്പണിംഗ്. ഓക്കെ. ഫൈനാൻസ് പരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നു. ഓക്കെ. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത സംഭവമാണ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കമ്പനിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു പൊസിഷനും അതുപോലൊരു എനർജിയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു മന്തായിരിക്കും ഫെബ്രുവരി. വളരെ പോസിറ്റീവാണ്. വളരെ എന്താ പറയുക, എല്ലാ രീതിയിലും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് വൈസ് മാത്രം എനിക്ക് അത്ര വലിയ സുഖകരമായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ള കേസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വിൻഫോൾ ഓഫ് അബണ്ടൻസ്. വാവ്, ഞാൻ ഈ കാർഡ്സ് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രസ്റ്റ് ചെയ്യാം. വിൻഫോൾ ഓഫ് അബണ്ടൻസ് ഞാൻ ഒട്ടും ഞാൻ ഈ ആക്ച്വലി പൈറൈറ്റിൻ്റെ ക്രിസ്റ്റൽ എനിക്ക് കൈ കിട്ടിയപ്പോൾ എനിക്ക് തേർഡ് പൈലിന് വെക്കാനാണ് തോന്നിയത്. ബട്ട് എന്തോ എനിക്ക് പിന്നെ ഫൈനലി വെച്ചത് ഈ പറഞ്ഞ പോലെ ഈ പൈലിന് തന്നെയാണ്. പൈൽ 1, വിൻഫോൾ ഓഫ് അബണ്ടൻസ്. നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻസ് പരമായിട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒന്നുകിൽ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസ് ആയിരിക്കാം. ഓക്കെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സ്വത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അബണ്ടൻസ് ആയിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് നമ്മളിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ നിന്ന് പൈസ കിട്ടുന്നു, പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് നമുക്ക് പൈസ കിട്ടുന്നു. അതുപോലെ തന്നെ ഇതെല്ലാത്തിനും വേണ്ടുന്ന മെയിനായിട്ടൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ട്രസ്റ്റാണ്. ഓക്കെ. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസൊക്കെ വന്ന് നമുക്ക് എന്താ പറയുക, പല ഇൻ്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ. അവിടെ നിന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഓഫേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്ക് ഔട്ട് ആവും. എന്ന് വെച്ചാൽ എന്താ നടക്കില്ല, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസും വരുന്നതിന് ഓരോന്നിനും ഓരോ റീസൺ ഉണ്ടാവും. ബട്ട് നമ്മുടെ ട്രസ്റ്റിനെ പരീക്ഷിക്കുന്ന ചില സിറ്റുവേഷൻസും വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് വെച്ചാൽ ട്രസ്റ്റ് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ആ ഒരു ട്രസ്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ. ഡിവൈൻ നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണിന് ഈ പറഞ്ഞ പോലെ പുറകിൽ എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഫെബ്രുവരി വളരെ വളരെ പോസിറ്റീവ് മന്തായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിഡൻ ഡെപ്സിൻ്റെ കാർഡ് വെച്ചിട്ട് എന്താ പറയുക, നമ്മൾ ഇപ്പം എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേരൊക്കെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസ്, കാരണം ഇവിടെ സ്പിരിച്വൽ എനർജി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എനർജി ഉണ്ടെന്ന്. അതിന് ഒരു കൺഫർമേഷണൽ രീതിയിൽ തന്നെയാണ് ഈ കാർഡ്. ഓക്കെ. മെഡിറ്റേഷൻ അതുപോലെ തന്നെ നേച്ചറിലും നമ്മൾ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് തന്നെയാണ്. ലൈക്ക് എനിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസാണ് എന്താ പറയുക, ഈ
സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാത്തിനും നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ എപ്പോഴും വേണ്ടുന്നൊരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ മെഡിറ്റേഷൻ എനർജി നമുക്ക് പോകാൻ പറ്റുക. ആ മെഡിറ്റേഷൻ എനർജി ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഡെപ്തിലോട്ട് ഇറങ്ങി നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുകയും നമ്മളടുത്ത് മറ്റുള്ളവരൊക്കെ പെരുമാറുന്നതിൻ്റെ റീസൺ മനസ്സിലാവുകയും നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു മെഡിറ്റേഷൻ എനർജി നമുക്ക് വരാൻ പറ്റുമ്പോൾ മാത്രമായിരിക്കും. ലാബ്രഡോറൈറ്റ്, ഞാൻ ആക്ച്വലി ലാബ്രഡോറൈറ്റ് ക്രിസ്റ്റൽ സെക്കൻഡ് പൈലിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പൈൽ വേണോ സെക്കൻഡ് പൈൽ വേണോ എന്നൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ഡെഫിനറ്റ്ലി സെക്കൻഡ് പൈലിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെസ്സേജ് ഉണ്ട്, കേൾക്കുക. ഓക്കെ, കാര്യം ലാബ്രഡോറൈറ്റ് ക്രിസ്റ്റലാണ് ഞാൻ സെക്കൻഡ് പൈലിന് വേണ്ടി ചൂസ് ചെയ്തത്. അതാണ് സെക്കൻഡ് പൈലിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹിഡൻ ഡെപ്സിൻ്റെ കാർഡുണ്ട്. ഹിഡൻ ഡെപ്സിൻ്റെ കാർഡ് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡെപ്തും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ആ ഒരു മെഡിറ്റേഷൻ മൈൻഡ് സെറ്റിലൊക്കെ വന്നാൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളുടെയും റീസൺ മനസ്സിലാവുകയും പല ലൈഫ് സിറ്റുവേഷൻസും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുക. പിന്നെ എന്താ പറയുക, കമ്പാഷൻ്റെ കാർഡുണ്ട്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ പല ആൾക്കാരും ഉണ്ടാവും, പല സിറ്റുവേഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ പല ആൾക്കാരും പല സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി പോവുക. ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഈ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യണം, മറ്റുള്ളവർക്ക് ക്ഷമിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ സ്പിരിറ്റ് പറയുന്നത് ചില സിറ്റുവേഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ഷമിച്ച് മുന്നോട്ട് പോവുക. കാരണം ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് 1111 നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള നമ്പറാണ് കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടിയ നമ്പർ 1111. നിങ്ങൾ ആരെങ്കിലുമൊക്കെ റീസെൻ്റ്ലി ഒരുപാട് തവണ 1111 ഒരു ദിവസം കാണുന്നുണ്ട്, അതായത് 1111 രാവിലെയും രാത്രിയും കാണുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ പോകുന്ന വഴിക്കുള്ള വണ്ടികളിൽ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ 1111 കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഓൺ ദ ഹൊറൈസൺ ആണ്, അത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു അടയാളം കൂടിയാണ് 1111. പിന്നെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു, അതായത് നമുക്ക് വേണ്ടിയിട്ടൊരു പോർട്ടൽ ഓപ്പൺ ആണ്. കാരണം ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ലൈക്ക് ഈ കാർഡ് ഏജ് ഓഫ് പെന്റക്കൽസിൻ്റെ കാർഡ് ഒന്ന് ഡെപ്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു ഡോർ ഓപ്പണിംഗ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡോർ ഓപ്പണിംഗ് ഉള്ള ഒരു മന്തായിരിക്കും ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി. ട്രസ്റ്റ് ചെയ്യുക. ഇതിലെല്ലാം വേണ്ടുന്നൊരു സാധനം, ഈ റീഡിങ് ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്രയും ബ്ലെസ്സിങ്സ്, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം അതിനെ ക്ലെയിം ചെയ്യുക. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഓരോ ബ്ലെസ്സിങ്സും ക്ലെയിം ചെയ്ത് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ മിറക്കിൾസ്, കാരണം സീ ദ മാജിക് എന്നുള്ള കാർഡും കൂടെ ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ പോലും പ്രതീക്ഷിക്കില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതാണ് നമ്മൾ റിയാലിറ്റിയിൽ മെജോറിറ്റി ടൈമിൽ വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു മിറക്കിൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും നിങ്ങൾ പറയാണ് ഇന്ന് രാവിലെ ഇന്ന് ഈ ദിവസം ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്കൊരു മിറക്കിൾ വരട്ടെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു മിറക്കിൾ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ആ ഒരു മിറക്കിൾ എനർജി ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. അത് നമുക്ക് നമ്മുടെ റിയാലിറ്റിയിൽ കാണാനും പറ്റും. സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ 100% ഈ പറഞ്ഞ പോലെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ വിൻഫോൾ ഓഫ് അബണ്ടൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാർഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫിനാൻസ് പരമായിട്ട് ഫെബ്രുവരി മന്ത് വളരെ ബ്ലെസ്സിങ് ഉള്ളൊരു മന്തായിരിക്കും എന്ന്. അതിൻ്റെ ഒരു കൺഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. ഇൻക്രെഡിബിൾ ആൻഡ് ഇൻക്രീസ് ഇൻ അബണ്ടൻസ് ഈസ് അറൈവിങ് ഇൻ മെനി ഡിഫറെൻറ്റ് ഫോംസ്, സം ഓഫ് ദം അൺഎക്സ്പെക്റ്റഡ്, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. സീ ദ മാജിക് miracles. Be open to receiving and know that this abundance comes to support you, your work, life purpose, ഹെൽത്ത് ആൻഡ് ചാരിറ്റബിൾ വർക്ക്. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ അബണ്ടൻസ് വരുമ്പോൾ, കാരണം എംപ്രസിൻ്റെ കാർഡ്, ഈസ് ഓഫ് പെന്റക്കിൾസ്, ഫൂൾ കാർഡ്, ഇതെല്ലാം ഒരു ഗ്രേറ്റ് കാർഡ്സ് ടു ഗെറ്റ്. ഒരു മന്തിൻ്റെ റീഡിങ്ങിൽ കിട്ടാമെന്ന് വെച്ചാൽ ദ ബെസ്റ്റ് കാർഡ്സ് ആണ്. പ്ലസ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇതിൽ എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ ചക്ര ബാലൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സോളാർ പ്ലെക്സസ് ചക്ര ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, ഈ കാർഡ്സിൻ്റെ എനർജി വൈസ് പറയുകയാണെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്ര ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആക്ടിവേറ്റ് ആവുന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഫെബ്രുവരി മന്തിൽ.
ഇംബാലൻസസ് ഉള്ളവർക്ക് അത് ബാലൻസിൽ വരുന്നു. കാരണം നമ്മുടെ എന്താ സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ മാസ്കുലിൻ എനർജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ആ ഒരു എനർജിയിൽ എന്തെങ്കിലും ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസിലും കുറച്ച് ഇംബാലൻസസ് വരാം. ഓക്കെ, അപ്പോൾ ഓൾ റൈറ്റ്. അപ്പം വളരെ പോസിറ്റീവാണ്. ഓക്കെ, ബ്ലെസ്സിങ്സ് ഉള്ളൊരു മന്ത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി നമുക്കൊരു ഫൈനൽ കാർഡും കൂടി എടുത്തിട്ട് പൈൽ 1 റീഡിങ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓൺ ക്യാമറ ഷഫിൾ ചെയ്തെടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ട ഫൈനൽ മെസ്സേജ് എന്താണെന്നൊന്ന് പറയൂ. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓൾറൈറ്റ്, ഒന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാർഡ്സ്, നമുക്ക് കട്ട് ചെയ്ത് തന്നെ എടുക്കാം. ഓൾറൈറ്റ്, പർപ്പസ്. വാവ്, ഓൾറൈറ്റ്. ഇതിനകത്തും ലൈഫ് പർപ്പസിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനൊന്ന് എടുത്ത് കാണിച്ചത്. വാവ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളാർ പ്ലെക്സസ് ചക്രയുടെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്രൗൺ ചക്രയും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. ഈ കളേഴ്സ് എല്ലാം ക്രൗൺ ചക്ര റിലേറ്റഡ് കൂടിയാണ്. ഈ പറഞ്ഞ പോലെ ഐ നോ വാട്ട് ഐ ആം ഹിയർ ടു ഡു, നമ്മുടെ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ ഐ ആം ഹിയർ എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഓക്കെ നമുക്ക് കിട്ടുന്ന ഒരു മന്തായിരിക്കും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പർപ്പസിനെ കുറിച്ച് എന്താ എൻ്റെ പർപ്പസ്, ഞാൻ എന്താ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിനൊരു ആൻസർ കിട്ടുന്നൊരു മന്തായിരിക്കും ഫെബ്രുവരി. ഫിയർ, ഐ റിയലൈസ് ദാറ്റ് ഐ ആം ടെസ്റ്റിംഗ് മൈ റിസോൾവ് ടു ലീവ് ഇൻ ദ എനർജി ഓഫ് ലവ്. ഓക്കെ, അപ്പം നമുക്ക് ഈ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചക്ര ഇംബാലൻസ് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു ഇഷ്യൂസും കാര്യങ്ങളും വരും. സോളാർ പ്ലെക്സസ് ചക്ര നമ്മുടെ മാസ്കുലിൻ എനർജി, നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം, ആ ധൈര്യം ഉണർന്നു വരുന്ന ഒരു മന്ത് തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി 2025. ഓൾറൈറ്റ്, ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോക്കാം, മീൻസ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം. രണ്ട് ഈ പറഞ്ഞ പോലെ അഫർമേഷൻസ് ആണ്. ഐ നോ വാട്ട് ഐ ആം ഹിയർ ടു ഡു, ഐ റിയലൈസ് ദാറ്റ് ഐ ആം ടെസ്റ്റിംഗ് മൈ റിസോൾവ് ടു ലീവ് ഇൻ ദ എനർജി ഓഫ് ലവ്. ലവിൻ്റെ എനർജിയിലേക്ക്, കാരണം നമ്മളിവിടെ ഫോർഗീവ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർഗീവ് ചെയ്യാനും ആ ഒരു എനർജിയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ലവ് എനർജിയിലേക്ക് നമുക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ലവ് എനർജി, അതുപോലെ തന്നെ ഫിയറിനെ നമുക്ക് ലവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ, ഓൾ റൈറ്റ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫെബ്രുവരി മന്ത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റീഡിങ്. വളരെ നല്ല എനർജീസ് ഉണ്ട്. വർക്ക് ചെയ്യുക, ഈ എനർജിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുക. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ ഉണ്ടാവട്ടെ. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് പൈൽ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ ഈ കാർഡ്സൊക്കെ ഒന്ന് ബാക്ക് ടു വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പൈൽ 2ൻ്റെ റീഡിങ്. ഓൾ റൈറ്റ്, now it's time for pile 2. Pile 2, welcome to your reading. ഓൾ റൈറ്റ്, നമുക്കിവിടെ കിട്ടിയ കാർഡല്ല ക്രിസ്റ്റൽ. ഓക്കെ, നമുക്കിവിടെ കിട്ടിയ ക്രിസ്റ്റൽ വേറൊന്നുമല്ല, ലാബ്രഡോറൈറ്റാണ്. ലാബ്രഡോറൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് തന്നെ മിറക്കിൾസും മാനിഫെസ്റ്റേഷൻസും അതുപോലെ ഗുഡ് ലക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ആത്മധൈര്യം, ഇങ്ങനത്തെ എല്ലാ സാധനത്തിനും വർക്ക് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഇൻഡ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സൊക്കെ ഉള്ള ഒരു ക്രിസ്റ്റലാണ് നമ്മളെ ഈ ലാബ്രഡോറൈറ്റ്. സോ വളരെ എന്താ പറയുക, കുറച്ച് എന്താ പറയുക, നമ്മുടെ ആ ഒരു നേരത്തെ തൊട്ട് മുന്നത്തെ റീഡിങ്ങിൽ എങ്ങനെ ഉണ്ടായിരുന്നു, കുറച്ച് മാസ്കുലിൻ എനർജിയിലേക്ക് നമ്മൾ വരുന്നു. ആ ഒരു എനർജി എനിക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു മാസ്കുലിൻ എനർജി. ഓക്കെ, നമുക്ക് നോക്കാം പൈൽ 2ൻ്റെ എന്തൊക്കെയാണ് കാർഡ്സ് വരുന്നതെന്ന്. ഓൾറൈറ്റ്, ആദ്യം നമുക്ക് എല്ലാവർക്കും ഫൈനാൻസ് പരമായിട്ട് സൂപ്പറാണല്ലോ. സൂപ്പർ. ഓക്കെ,
നമുക്ക് ഞാൻ ആദ്യം ടാരോ കാർഡ്സ് നോക്കുന്ന. ടാരോ കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സ്. ഓൺ ക്യാമറ ഫൈനൽ ഒരു കാർഡ് മാത്രം നമുക്ക് ഷഫിൾ ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഈസ് ദ സ്റ്റാർ, 9 of Pentacles, 8 of Swords. ദ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനിയുടെ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ വിഷ് ഫുൾഫിൽമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. എന്തെങ്കിലും ടൈപ്പ് ഓഫ് വിഷ് നിങ്ങൾക്ക് ഇപ്പം ഈ കാർഡ് ഈ റീഡിങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാർഡ്. ഓക്കെ, അതിന് നമ്മൾ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു ടൈമാണ്. നിങ്ങളുടെ വിഷ് എന്താണെന്ന് വെച്ചാൽ പറയുക, അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്ന സാധനം മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ. ഡെഫിനറ്റ്ലി എനിക്ക് ഈ കാർഡ് കണ്ടിട്ട് മറന്നുപോയ ലക്ഷണമുണ്ട്. അപ്പോൾ അങ്ങനെ മറന്നു പോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഇപ്പോൾ ആക്ച്വലി ഇല്ല, പക്ഷേ ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റിയാലിറ്റിയിൽ ആ ഒരു വിഷ് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കും. പ്ലസ് ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ റീസെൻ്റ്ലി എന്തെങ്കിലും ടൈപ്പ് ഓഫ് ടവർ മൊമെൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടവർ മൊമെൻറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ, ഓക്കെ, അത് റിലേഷൻ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പാസ്റ്റ് അവേ ആയിട്ടുള്ള സിറ്റുവേഷൻ ആവാം. എന്തായിരുന്നാലും നിങ്ങൾ അതിനകത്ത് നിന്ന് റീകൂപ്പ് ചെയ്യുന്നുണ്ട്. റീകൂപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അതുപോലെ ഹീലിംഗ് എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഈസ് ഓഫ് കപ്സിൻ്റെ എനർജി ഇല്ല, ബട്ട് ഹീലിംഗ് എനർജി, അതുപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ട്, അതെല്ലാം ഞാനിവിടെ ഈ കാർഡ്സിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഡിവൈൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ലൈക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു തുടങ്ങുന്നുണ്ടല്ലോ, എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൺ ദ ഹൊറൈസൺ അറിയാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും വരും. ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ ഒന്ന് ഉയരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ബിസിനസ്സിൽ എന്താ പറയുക, നമുക്ക് പുതിയ ക്ലയൻസ് വരിക. ഫൈനാൻസ് പരമായിട്ട് നിങ്ങൾ ആ ഒരു മന്തിൽ ഒരുപാട് ചേഞ്ചസ്. ഫൈനാൻസ് എനിക്കൊന്ന് പൈൽ 1ൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. ഫൈനാൻസ് പരമായിട്ട് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും. പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വാങ്ങും. ലൈക്ക് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ മാറ്റി വെച്ചു, ഫൈനാൻസ് ശരിയാവാത്ത, പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരണ്ട, സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുറച്ച് വിലപിടിപ്പുള്ളൊരു സാധനം നിങ്ങൾ ഡെഫിനറ്റ്ലി ഫെബ്രുവരി മന്ത് വാങ്ങും. സ്റ്റക്ക് സിറ്റുവേഷൻസ്, കാരണം 8 of Swords സ്റ്റക്ക്, ഈ സിറ്റുവേഷൻ എപ്പോഴും മനസ്സ് തന്നെയാണ്. എനിക്കിതിനകത്ത് എപ്പോഴും ആവണം എന്നില്ല, പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി എനിക്ക് മനസ്സിൻ്റെ ഒരു സ്റ്റക്ക് എനർജിയാണ്. എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, എല്ലാം സ്റ്റക്കാണ്. ഞാൻ എവിടെ ചെന്നാലും ഒരു മൊമെൻറ്റും നടക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം, ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ലൈക്ക് ഇതൊക്കെ എൻ്റെ തോന്നൽ തന്നെയാണ്. എനിക്ക് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാനൊന്നും മനസ്സ് വെച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. ഈ പറഞ്ഞ പോലെ ഇത്രയും സ്റ്റക്നെസ് ഒന്നും ഇല്ല, എൻ്റെ മനസ്സിൻ്റെയാണ്. അപ്പം ഇങ്ങനെ ഈ സ്റ്റക്ക് സിറ്റുവേഷൻസും ഇതുപോലെ തന്നെ സൊല്യൂഷൻസ് ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് എനിക്കൊരു സജഷനാണുള്ളത്. മെഡിറ്റേറ്റ് ചെയ്യുക, കാം ഡൗൺ ചെയ്യുക, മൈൻഡിനെ കാം ഡൗൺ ചെയ്യുക. കാരണം മനസ്സ് ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻ്റെ മിടുക്കനാണ്. എല്ലാ കാൽക്കുലേഷൻസും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് തന്നെ ഡൗട്ടാവും, ഈ മനസ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ അതൊക്കെയാണോ കറക്റ്റ് എന്നുള്ള ഡൗട്ട് തോന്നുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടൊരു സാധനം നമ്മുടെ ഇൻറ്റ്യൂഷനാണ്. നമുക്കതിനെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് എന്തായിരുന്നാലും ഫെബ്രുവരി മന്തിൽ ആ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഫാക്ടറിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുന്നൊരു മന്തായിരിക്കും. അത് മാത്രമല്ല പല കാര്യങ്ങളും ഇതെൻ്റെ മനസ്സിൻ്റെ ആണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്തത് നമ്മുടെ മനസ്സിൻ്റെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാറില്ല. ഇതെല്ലാം എൻ്റെ തോന്നലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകും. പക്ഷേ ഇതെല്ലാം നമ്മുടെ മനസ്സ് നമ്മളെ കുഴപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടമാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ ഫെബ്രുവരി മന്തിൽ ഇതിലൊരു ചേഞ്ച് വരും. ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതൊക്കെ മനസ്സിൻ്റെ ആണെന്നും അതിനകത്ത് നിന്ന് എനിക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുമെന്നും എനിക്ക് എൻ്റെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാമെന്നും അതുപോലെ എനിക്ക് ഒരുപാട് സ്പിരിച്വൽ സപ്പോർട്ട്, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട്.
പല സിറ്റുവേഷനിലും ദൈവം എന്നെ പലയിടത്തുനിന്നും എന്നെ ഓവർകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു മന്ത് തന്നെയായിരിക്കും ഫെബ്രുവരി. ഓക്കെ, ഫർദർ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. A year from now, have courage to ask for and accept help. Earl, inner child, angel aura cards, gentleness. എല്ലാ കാർഡ്സും കാണാമല്ലോ അല്ലേ? ഓൾ റൈറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന കാർഡ്സ് ഇയർ ഫ്രം നൗ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ ക്വസ്റ്റനായിട്ട് ചോദിച്ച് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ടായിട്ടുണ്ട്, എപ്പോഴത്തേനും ഇക്കാര്യം നടക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുണ്ടെങ്കിൽ 1 year ഫ്രം നൗ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട്, ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എപ്പോഴത്തേനും ഞാൻ വിചാരിച്ച രീതിയിൽ സക്സസ് വരും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി 1 year ഫ്രം നൗ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും. പ്ലസ് നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഇവിടെ ഹീലിംഗ് എനർജി ഉണ്ട്, അവൈലബിൾ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ചില സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമുക്കുണ്ട്, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. പക്ഷേ അവരാരും നമ്മുടെ ലൈഫിലേക്ക് കയറി ഇൻ്റർഫിയർ ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ സപ്പോർട്ട് ചോദിക്കുകയോ ചെയ്താൽ മാത്രമായിരിക്കും അവർ നമ്മുടെ ലൈഫിൽ ആക്ട് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള എനർജി, അതായത് നമ്മൾ ചില സമയത്ത് നമുക്ക് ഹെൽപ്പ് വേണം, അത് നമ്മൾ ചോദിക്കാൻ മടി കാണിക്കരുത്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണോ അത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുക. ഓക്കെ, ആസ്കിങ് ഫോർ ഹെൽപ്പ് ഈസ് എ സൈൻ ഓഫ് സ്ട്രെങ്ത് ആസ് is accepting it as it is offered to you. Very often when you ask God for help, prayers are answered through other people. Be sure to accept this assistance as well as give it to others as you are guided. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല പല കാര്യങ്ങൾക്കും നമുക്കറിയാമല്ലോ, ദൈവത്തിന് ഡയറക്റ്റ്ലി നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് ഡയറക്റ്റ്ലി ചില എത്താൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും തരും. നമുക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് വേറെ ആൾക്കാരിലൂടെ കിട്ടും. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത ആൾ നമ്മൾ ജസ്റ്റ് റാൻഡംലി ചോദിക്കായിരിക്കും, നിങ്ങളുടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ചോദിക്കും. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ലൈക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആൾക്കാരിന് ചിലപ്പം ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് കിട്ടിയെന്നും വരില്ല. അപ്പോൾ ആ ഒരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നൊരു മന്ത് തന്നെയാണ് കേട്ടോ ഫെബ്രുവരി. ഒരുപാട് ഹീലിങ്ങും ആ ഹീലിങ്ങിൻ്റെ കൂടെയുള്ള സപ്പോർട്ട് സിസ്റ്റവും നിങ്ങൾക്ക് വേണ്ടുന്ന ആൾക്കാരും അതിന് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സും എല്ലാം സ്പിരിറ്റ് ചെയ്യുന്നൊരു മന്തായിരിക്കും. ന്യൂ സൈക്കിക് ആൻഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല, നിങ്ങൾ പൈൽ 1 ആരെങ്കിലും വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയുള്ള റീഡിംഗ് ആണ്. കാരണം പൈൽ 1 ഒരുപാട് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈക്കിക് എക്സ്പീരിയൻസും കാര്യങ്ങളും ചേഞ്ചസും എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, എന്തൊക്കെയോ എനിക്ക് സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു, എനിക്കൊരു ക്ലിയർ വോയിൻ്റ് എബിലിറ്റി ഉണ്ടോ, അത് ക്ലിയർ ഓഡിയൻ്റ് ആണോ, ഞാനിങ്ങനെയൊക്കെ ഡൗട്ടുള്ളവർക്ക് ഡൗട്ടൊന്നും വെക്കണ്ട. ചില സൈക്കിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ അപ്പ് ആവുന്നൊരു മന്തും കൂടിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി പ്രെയർ മെഡിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റക്ക് സിറ്റുവേഷനെ പറഞ്ഞിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ പറഞ്ഞത്. ഡെഫിനറ്റ്ലി മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഡെഫിനറ്റ്ലി ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിനെ നമുക്കൊന്ന് കാം ഡൗൺ ചെയ്യാൻ പറ്റുക. മൈൻഡിനെ കാം ഡൗൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ സൊല്യൂഷൻസ് ഓട്ടോമാറ്റിക്കലി വരും. ആ ഒരു കാം ഡൗൺ ചെയ്യാനുള്ളൊരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. പ്ലസ് ഇന്നർ ചൈൽഡ്. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പല നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ചൈൽഡിൻ്റെ എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ പോയിട്ടുണ്ടാവും. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലൂടെ നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പം നമ്മുടെ കുട്ടിക്കാലം അത്രയും തന്നെ ഹാപ്പി, അത്രയും തന്നെ ബ്ലെസ്ഡ് വന്നായിരുന്നിട്ടുണ്ടാവില്ല. ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉള്ളൊരു കുട്ടിക്കാലം. അപ്പം നമുക്ക് പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വലുതാവും.
കുട്ടിക്കാലത്ത് ഒരുപാട് ചലഞ്ചസ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത വെച്ചാൽ അവർ പെട്ടെന്ന് വലുതാവും. അപ്പോൾ പെട്ടെന്ന് വലുതാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുട്ടിത്തത്തിനെയും അല്ലെങ്കിൽ കുട്ടി സ്വഭാവത്തിനെയും അല്ലെങ്കിൽ കുട്ടിത്തമുള്ള ആ ഒരു എനർജീനെ ഒന്നും ഫുള്ളായിട്ട് എന്താ പറയുക വർക്ക് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ച് അതിലൂടെ വലുതായി വരാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വലുതാൻ വേണ്ടി വരും പല ലൈഫ് സിറ്റുവേഷൻസ് കാരണം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ഈ ഇന്നർ ചൈൽഡിൻ്റെ കാർഡ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമുക്ക് സീരിയസ് ആവണം നമ്മുടെ ലൈഫിലെല്ലാം. പക്ഷേ എന്നാലും ചില സിറ്റുവേഷൻസ് വരും ലൈക്ക് നമ്മുടെ എന്താ പറയുക ഇന്നർ ചൈൽഡിന് ഒരു എനർജി കൊടുക്കുക. നമുക്ക് എല്ലാവരും ഇപ്പം പ്രായമായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡുണ്ട്. അപ്പം ആ ഒരു പ്ലേഫുൾനെസ്സും ആ ഒരു കളിയും ചിരിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അതനുസരിച്ച് നമ്മുടെ ഹാപ്പിനെസ്സും അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏഞ്ചൽ ഓറ കോഡ്സ് വന്നിട്ട് ലൈറ്റ് ആൻഡ് അപ്പിൻ്റെ കാർഡാണ്. എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ഏഞ്ചൽ ഓറ കോഡ്സിനെ കുറിച്ച് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഈ കാർഡ് ഒരു കൺഫർമേഷനാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഏഞ്ചൽ ഓറ കോഡ്സ് വാങ്ങണം. വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, അതുമായിട്ട് വർക്ക് ചെയ്യുക. ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ക്രിസ്റ്റലാണ് ഈ ഏഞ്ചൽ ഓറ കോഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ മെസ്സേജസ് ഒക്കെ കാണുമ്പം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, ഒരുപാട് ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഡെപ്തിൽ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത് ആവശ്യം വരും. മനസ്സിലായില്ലേ? ക്രിസ്റ്റൽസ് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ക്രിസ്റ്റൽ. അപ്പോൾ ക്രിസ്റ്റലുമായിട്ട് വർക്ക് ചെയ്യാം. ഏഞ്ചൽ ഓറ കോഡ്സ് വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്. ലൈക്ക് ഏഞ്ചൽ ഓറ കോഡ്സ് വാങ്ങി വർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ലാബ്രഡോറൈറ്റ് ഞാനിത് സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാനായിട്ട്. അത് ഭയങ്കര നല്ലൊരു ക്രിസ്റ്റലാണ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഈ ക്യാമറ ഞാൻ കാണിക്കുന്നതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഫോക്കസ് ആവുന്നുമില്ല. ഓൾറൈറ്റ്, ഇതാണ് ക്രിസ്റ്റൽ. ഒരു നല്ലൊരു ക്രിസ്റ്റലാണ്. ലൈക്ക് വർക്ക് ചെയ്യാൻ നമ്മുടെ സൈക്കിക് എബിലിറ്റിക്കും കാരണം നമ്മുടെ സൈക്കിക്കായിട്ടുള്ള കാര്യം സൈക്കിക് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനും നല്ലൊരു ക്രിസ്റ്റലാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാബ്രഡോറൈറ്റ് എൻ്റെ നാവ് കുടുങ്ങുന്നുണ്ടായിരുന്നു. ജെൻറ്റിൽനെസ്, ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്, ഓണർ യുവർ ജെൻറ്റിൽനെസ്, സ്പീക്ക് വേർഡ്സ് ഓഫ് ലവ്. ലവിൻ്റെ കാർഡ് എനിക്ക് തോന്നുന്നു നേരത്തെയും ലവ് എനർജീനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പയലിലും. നിങ്ങൾക്ക് ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി പയൽ 1 കൂടെ കാണുക. അതിനകത്തും നിങ്ങൾക്ക് വേണ്ടുന്ന മെസ്സേജസ് അതിനകത്തുണ്ടാവും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ജെൻറ്റിൽനെസ് നമ്മൾ ഇപ്പം നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളും അതിനൊരു കാരണക്കാരനായില്ലേ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ തോട്ട്. ഓക്കെ, ഞാനും അതിന് കാരണക്കാരനായില്ലേ, ഞാനതിൻ്റെ ഒരു പാർട്ടായത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്ത് റഫായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളത് ക്ഷമിക്കാൻ പറ്റാത്തൊക്കെ ഒരു രീതിയിൽ മാറിക്കഴിഞ്ഞാൽ ആർക്കും ഉപയോഗമില്ല. മനസ്സിലായില്ലേ? അപ്പം അവിടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും അത് ഫേസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനൊരു സിറ്റുവേഷൻ വന്നത്. ഓക്കെ, അത് നെഗറ്റീവ് ആയിരുന്നാലും എങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നാലും സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നാലും എന്തായിരുന്നാലും പക്ഷേ അവിടെയും നമ്മൾ ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മളടുത്താണ്. നമ്മളടുത്ത് ക്ഷമിച്ച് നമ്മളടുത്ത് അങ്ങനെ തെറ്റ് ചെയ്തു നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരോടും ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എസ്പെഷ്യലി എനിക്കറിയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എത്രത്തോളം പ്രശ്നമുള്ള ആൾക്കാരാണ്. ലൈക്ക് നമുക്ക് നമ്മളടുത്ത് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും പറയും ഞാൻ അങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ 3333 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷനാണ് നിങ്ങളുടെ കൂടെ അസെൻഡൻറ്റ് മാസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ശരിയാണ് ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ കാര്യമില്ല. നമ്മുടെ അടുത്ത് ക്ഷമിച്ച് മറ്റുള്ളവരടുത്ത് നമ്മുടെ അടുത്ത് തെറ്റ് ചെയ്തെടുത്ത് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ
എന്തോ എനിക്കിവിടെ റെലവൻ്റ് ആയിട്ട് തോന്നുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ചെയ്ത ആളുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ഷമിക്കുക എന്നുള്ളതല്ല, ആ സിറ്റുവേഷനെ ക്ഷമിക്കുക. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് നമ്മളിത് കാണിച്ചു കൊടുക്കേണ്ടി വരും, ലൈക്ക് നിങ്ങൾ ചെയ്ത ഇതാണ് എന്നുള്ളത്. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അറിവില്ല, നമുക്ക് തന്നെ അറിയാം, അവരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ അറിഞ്ഞു ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഡിപ്പെൻസ്, ഇതെല്ലാം ഡിപ്പെൻസ് നമ്മൾ ഉണ്ടാവുന്ന ആ ലൈഫ് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എപ്പോഴും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ അടുത്ത് കുറച്ചുകൂടി കൈൻഡ്നെസ് കാണിക്കുക. കാരണം ഇവിടുത്തെ കാർഡ്സ് വൈസ് പറയുകയാണെങ്കിൽ ജെൻറ്റിൽനെസ്സിൻ്റെ കാർഡ് വരുമ്പോൾ നമുക്ക് ആ ഒരു കൈൻഡ് ഫീലിംഗ് നമ്മുടെ അടുത്ത് തോന്നാറില്ല. നമുക്ക് മറ്റുള്ളവരടുത്ത് ഭയങ്കര ദയവായ്പൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്ന് ഓവർകം ചെയ്ത് വരിക. ഓക്കെ, നമുക്ക് ഫൈനൽ കാർഡ്സ് എന്താണെന്ന് വെച്ചാൽ ഫൈനലായിട്ട് എന്താണ് സ്പിരിറ്റ് ഫെബ്രുവരിയിലത്തേക്കുള്ള ഗൈഡൻസ്, ഫൈനൽ ഗൈഡൻസ് ഫോർ ഫെബ്രുവരി, ഫൈനൽ ഗൈഡൻസ് ഫോർ ഫെബ്രുവരി. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. വൺ മോർ ടൈം. ഓക്കെ, ഓൾ റൈറ്റ്. ഡിസിപ്ലിൻ, ട്രസ്റ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഫൈൽ 2 കണ്ട ആൾക്കാരാണ്. ഫൈൽ 1 ഡെഫിനറ്റായിട്ടും പോവുക. ഞാനിത് എടുക്കില്ലായിരുന്നു ഹ്യൂമൻ കാർഡ്, ഞാൻ 2 കാർഡേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹ്യൂമൻ്റെ കാർഡ് ഇന്നർ ചൈൽഡിലും പ്ലേഫുൾനെസ്സിൻ്റെ എനർജി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഹ്യൂമൻ്റെ കാർഡ് വന്നുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ഒരുപാട് ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇന്നർ ചൈൽഡിനെ വിട്ട് കളഞ്ഞ് എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുകയല്ല, കുറച്ചുകൂടി പ്ലേഫുൾ എനർജിയിലേക്ക് വരിക. നമ്മൾ എത്രത്തോളം പ്ലേഫുൾ എനർജിയിലേക്ക് വരുമോ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ വരും. പിന്നെ നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹാർട്ട് ചക്ര ആൻഡ് ഈ പറഞ്ഞ പോലെ ക്രൗൺ ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഫെബ്രുവരി മന്ത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ്സും കാര്യങ്ങളും എനിക്കറിയില്ല എത്രത്തോളം നിങ്ങളിൽ പലരും ഈ എന്താണ് ഇൻറ്റ്യൂഷനായിട്ട് കണക്റ്റഡ് ആണ്, സ്പിരിച്വൽ ജേർണിയിലാണ്. സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് ഇതൊരു കൺഫർമേഷനാണ്, ലൈക്ക് ഒരുപാട് ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും. പിന്നെ ട്രസ്റ്റിൻ്റെ കാര്യം, നമ്മുടെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ളത് നമുക്കൊരു ട്രസ്റ്റ് വരണം, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ എപ്പോഴും നമ്മുടെ ലൈഫിലുണ്ടാവണം. പിന്നെ ഐ ആക്സെപ്റ്റ് ദാറ്റ് മൈ ഇന്നർ വോയിസ് വിൽ ഓൾവേസ് ഗൈഡ് മീ കറക്റ്റ്ലി. ഇൻറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു, ഇൻറ്റ്യൂഷൻ്റെ കാർഡ് തന്നെയാണിത്. ഓക്കെ, അപ്പം ആ ഒരു ട്രസ്റ്റ് എന്തായാലും വേണം. ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ഇന്നർ വോയിസ് വിൽ ഓൾവേസ് ഗൈഡ് മീ കറക്റ്റ്ലി. ഡിസിപ്ലിൻ, ഐ ക്യാൻ അക്കംപ്ലിഷ് വാട്ട് ഐ സെറ്റ് മൈ മൈൻഡ് ടു. ഞാൻ എന്ത് മനസ്സ് വയ്ക്കുന്നോ അത് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ ഒരു എനർജി മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ്, ഡൗട്ടേ വെക്കണ്ട. നമുക്ക് ചില സമയത്ത് തോന്നും ലൈക്ക് ഇത് എൻ്റെ എനർജി തന്നെയാണോ അതോ ഈ പറഞ്ഞ പോലെ വേറെ ആരുടെങ്കിലും എനർജിയാണ്. ഇത് നമ്മുടെ എനർജി തന്നെയാണ്, ഇത് സ്പിരിറ്റിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. ലൈക്ക് നമ്മുടെ ലൈഫിൽ നമ്മളിതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സാധനം ഈ അക്സെപ്റ്റൻസ് ആണ്. ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. സോ നല്ല റീഡിംഗ് ആയിരുന്നു, ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും കണക്ട് ചെയ്തതിൽ. അതുപോലെ തന്നെ പൈൽ 2ഉം 1ഉമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പൈൽ 1ഉം കൂടി ഒന്നുകൂടി പോയി കാണുക. കാരണം നിങ്ങൾക്ക് അതിനകത്തും ഡെഫിനറ്റ്ലി മെസ്സേജ് ഉണ്ടാകും. ഏകദേശമൊക്കെ ഒരു സിമിലാരിറ്റി തോന്നിയ റീഡിംഗ് ആണ് പൈൽ 1ഉം പൈൽ 2ഉം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിംഗ് പൈൽ 2. നിങ്ങളുടെ ഫെബ്രുവരി മന്ത് ഒരുപാട് സന്തോഷവും ബ്ലെസ്സിങ്സും ഒക്കെ ഉള്ളൊരു മന്തായി മാറട്ടെ. ഹാപ്പിനെസ് കൊണ്ട് നിറയട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. പൈൽ 3യുടെ റീഡിംഗ് ആണ്. വെൽക്കം പൈൽ 3. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. Malachite, one of my favorite crystals. ഇത് റിലേറ്റിംഗ് ടു ഹാർട്ട് ചക്ര, ഡെഫിനറ്റ്ലി ഹാർട്ട് ചക്ര ക്രിസ്റ്റലാണ് malachite. ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ഫൈനാൻസ് ഒരുപാട്. ഞാനിത് 3 ക്രിസ്റ്റൽ എടുത്തും റാൻഡംലി ആണ്. ഈ പൗച്ചിനകത്തു നിന്നാണ് ഞാൻ റാൻഡമായിട്ട് എടുത്തതാണ്. ഈ പൗച്ചിനകത്ത് എൻ്റെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് നിന്ന് റാൻഡംലി എടുത്തതാണ്. പക്ഷേ 3ഉം ഏകദേശം ഫൈനാൻസ് റിലേറ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഇൻറ്റ്യൂഷൻ റിലേറ്റഡ് ആണ്, സൈക്കിക് സെൻസ് റിലേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ലൈക്ക് ഹാർട്ട് ചക്ര ഇഷ്യൂസ് ഉള്ളതായിട്ട്, റോസ് ക്വാർട്സ് ക്രിസ്റ്റൽസ് ഞാൻ സജസ്റ്റ് ചെയ്യും. റോസ് ക്വാർട്സ് അല്ല എൻ്റെ കയ്യിലിരിക്കുന്ന malachite ആണ്. malachite ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ മാത്രമല്ല. ഈ പറഞ്ഞ പോലെ malachiteൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ്, ഓക്കെ, നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്യാനും ഒക്കെ നല്ലതായിട്ടുള്ളൊരു ക്രിസ്റ്റലാണ് malachite. ഓക്കെ,
സോ മലക്കറ്റ് ക്രിസ്റ്റലും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതിലും വർക്ക് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് എന്തായാലും നമ്മുടെ എന്താ പറയുക ടാരോ കാർഡ്സ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് 4 കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല അത് എങ്ങനെ വന്ന് വീണു എന്നുള്ളത്. Nine of Wands, the Chariot card, Fire Cups and Queen of Cups. ഇൻട്രസ്റ്റിംഗ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർഡ്. കാരണം ഫയർ കപ്സിൽ നിന്ന് നേരെ ക്യൂൻ ഓഫ് കപ്സിലേക്കുള്ളൊരു ക്വാണ്ടം ജെം, നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സ്. നമ്മൾ കപ്സ് എപ്പോഴും നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസിനെയാണ്. അപ്പം എന്തെങ്കിലും ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിപ്പോയ സിറ്റുവേഷൻസിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇമോഷണലി ഹാപ്പി ആവുന്നു. കാരണം ഹീലിംഗ് എനർജി. കാരണം ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് നോക്കുന്നതെല്ലാം വീണുപോയ കപ്സിനെയാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഈ 2 കപ്പും അവൈലബിൾ ആണ് ഹീലിങ്ങിനും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫുള്ളായിരിക്കണം. അതായത് നമ്മൾ ഇമോഷണലി ഓക്കെ ആയിരിക്കണം. പണ്ട് എൻ്റെ ചേച്ചി എപ്പോഴും പറയും, ഞാൻ എന്നെ നോക്കിയാൽ മാത്രമായിരിക്കും എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റുക എന്ന് പറയും. പക്ഷേ അന്നൊക്കെ ഞാനത് വലിയ കാര്യമായിട്ട് എന്തൊന്ന് ഇവള് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലാവും. ലൈക്ക് നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഇമോഷണലി ബാലൻസ്ഡ് ആയാൽ മാത്രമേ ആ ഒരു ബാലൻസ് എനർജി നമുക്ക് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കപ്പ് എപ്പോഴും നമ്മുടെയാണ്. ആ ഒരു ഫില്ലിങ്ങിനുള്ള കപ്പും അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനും. പിന്നെ ഇത് ചിലർക്ക്, നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്ന് ബ്രേക്കപ്പായി, ആ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് പുതിയ ഒരു എന്താ പറയുക ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ലൈഫിന് വേണ്ടിയിട്ടുള്ളത് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പ്ലസ് ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ 2 എനർജീസ് ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജീസ് ബാലൻസ് ചെയ്യുന്നു. മാത്രമല്ല ഒരേ ഡയറക്ഷനിൽ പോകുന്നു. ചില ആൾക്കാർക്ക് ഇതൊരു ട്രാവൽ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രാവൽ പ്ലാൻ ചെയ്ത് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ട്രാവലുണ്ട്. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ് ചാരിയറ്റ് കാർഡ്. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സക്സസിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് കൊണ്ടാണ് ചാരിയറ്റ്. ഓക്കെ, നമ്മൾ പറയില്ലേ രാജാവായി, നമ്മൾ എന്ത് ചെയ്യുന്നല്ലതിൽ നമ്മൾ അതിൻ്റെ ഉസ്താദായിരിക്കും, രാജാവായിരിക്കും എന്ന് പറയുന്ന അതേ എനർജി തന്നെയാണ് ഇവിടെ ഉള്ളത്. 9 of Wands, നിങ്ങളുടെ ജാനുവരി അല്ലെങ്കിൽ 2024 ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം കമ്മിങ് ടു ആൻ എൻഡ്. 999 നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്, അല്ലെങ്കിൽ 009 അങ്ങനെ എന്തെങ്കിലും 9 റിലേറ്റഡ് നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്. നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടഫ് സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യാണ്, ബ്രാൻഡ് ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. സക്സസ് മാത്രമല്ല, ഇവിടെ ആരെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനും ഇവിടെ ഇമോഷണലി ആളുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ പേഴ്സൺ നല്ലതായിരിക്കുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. 100% ഇവിടെ ഇൻറ്റ്യൂഷൻ കണക്റ്റഡ് ആണ്. ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ ഇൻഡ്യൂഷനായിട്ട് ഹൈലി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ മെസ്സേജ് സ്പിരിറ്റ് ഫർദർ കാർഡ്സ്? ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആൻസർ ഇസ് നോ. പിന്നെ ചില സമയത്ത് നോ ഇസ് ഞാനിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ലൈഫ് പാർട്ട്ണർ തന്നെ ആവുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻസർ ഈസ് ലൈക്ക് നോ ആണ്. എക്സ്ക്യൂസ് മീ. ഓൾറൈറ്റ്. പിന്നെ ചില സമയത്ത് നമുക്ക് നോ വളരെ പോസിറ്റീവായിട്ടുള്ള ആൻസറാണ്. കാരണം എപ്പോഴത്തേനും പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ സക്സസ് വരും, അല്ലെങ്കിൽ സക്സസ് എപ്പോഴത്തേനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പേഴ്സൺ ആണോ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നോ കിട്ടിയ അതൊരു കൺഫർമേഷനാണ്. ലൈക്ക് അല്ല, ഇതിനേക്കാൾ ബെറ്റർ പേഴ്സൺ ഈസ് ഓൺ ദ വേ എന്നുള്ളത്.
അയ്യോ എനിക്കറിയില്ല. നിങ്ങളുടെ ഓരോ പൈൽസും ഞാൻ വിചാരിക്കും എപ്പോഴും ഈ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എല്ലാ പൈൽസും വൺ ആഫ്റ്റർ വൺ വിക്ടറിയുടെ കാർഡുണ്ട്. യു ഡിസയർ ഈസ് കമ്മിങ് ടു ഫ്രൂഷൻ, കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. ഞാൻ സക്സസ് രാജാവിനെ പോലെ എന്നൊക്കെ പറഞ്ഞു. ഈ കാർഡ് സൂപ്പർ. വിക്ടറി നിങ്ങളുടെ എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആണ്, എന്ത് റിലേറ്റഡ് നിങ്ങളുടെ എക്സാമോ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂ റിലേറ്റഡ് ഒക്കെയാണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ വിക്ടറി സക്സസ് ആയിരിക്കും ഫെബ്രുവരി മന്തിൽ. ഡ്രീംസ് ഓഫ് അബണ്ടൻസിൻ്റെ കാർഡ് ഫയൽ 1 or 2 വന്നിട്ടുണ്ട്. അബണ്ടൻസ് ഓക്കെ. ആസ് യു സ്ലീപ്പ് ഗോഡ്, your angels and your higher self are giving you divinely guided ideas, answers and solutions. Be sure to record your dreams in a journal because they contain valuable insights that will help you manifest your desires into reality. നിങ്ങളിൽ എനിക്കറിയില്ല, ഇടയ്ക്കും മുറയ്ക്കുമായിട്ടൊക്കെ ഡ്രീംസ് കാണുന്ന ആൾക്കാർക്ക് എനിക്കൊരു സജഷൻ എന്ന് വെച്ചാൽ ഡ്രീം ജേർണലിങ് ചെയ്തു തുടങ്ങുക. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ലൈക്ക് ഡ്രീംസ് വരുന്നുണ്ട് വെച്ചാൽ മനസ്സിലാവാത്ത ഡ്രീംസ് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു ഡ്രീമിൻ്റെ ഒരു പോർഷൻ എന്തൊക്കെയോ കണ്ടു, നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താണെന്ന്. അടുത്ത ദിവസം ആയപ്പോഴത്തേനും വേറെ എന്തൊക്കെയോ കണ്ടു, അതും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ പല ദിവസങ്ങളിൽ കാണുന്നതൊന്നും നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഉറക്കം എഴുന്നേറ്റ ഉടനെ ചാടി കയറി ഫോൺ എടുക്കാണ്ട് നിങ്ങളുടെ ബെഡിൻ്റെ സൈഡിൽ തന്നെ ഒരു ജേർണൽ കീപ്പ് ചെയ്യുക. ആ ജേർണലിൽ കൃത്യമായിട്ട് എഴുതി പോവുക എന്താണ് നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് മാത്രം എഴുതുക. ആ ജേർണലൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കണക്ഷൻ കിട്ടും. കാരണം നിങ്ങളിൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ റാൻഡമായിട്ടുള്ള ഡ്രീംസ് കാണുന്നവരായിരിക്കും. അപ്പം ഡ്രീം ജേർണലിങ് നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരിക്കും, ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ. പിന്നെ മൂൺ എനർജി വർക്ക് ചെയ്യുക. മൂൺ എനർജി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ പോലെ 18th ആകുമ്പോഴത്തേനും ഏകാദശിയാണ്. അപ്പം നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ ന്യൂ മൂൺ എനർജി വരുന്നുണ്ട്. ഓക്കെ. അപ്പം ആ ന്യൂ മൂണായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. സറണ്ടർ ടു ദ നാച്ചുറൽ എബ് ആൻഡ് ഫ്ലോ ഓഫ് ലൈഫ്. ഇഫ് യു ആർ ഫീലിംഗ് കൺഫ്യൂസ്ഡ്, ദിസ് ഫെയറി കംസ് ടു കാം ഇമോഷൻസ് ആൻഡ് റീഅഷ്യൂർ യു ദാറ്റ് പീസ് ഓഫ് മൈൻഡ് ഈസ് പോസിബിൾ. മൂൺ എനർജി ആയിട്ട് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ ഇത് ഇങ്ങനെയാണ് മെസ്സേജ് എങ്കിൽ പോലും എനിക്ക് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എനർജീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഫുൾ മൂൺ ടു ന്യൂ മൂൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ന്യൂ മൂൺ ടു ഫുൾ മൂൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊന്നും ശ്രദ്ധിക്കുക. നമ്മുടെ ഇമോഷൻസ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ എനർജീസ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇത് നോക്കുക. കാരണം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. കാര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും പല സമയമായിരിക്കും സക്സസ്ഫുൾ. ഞാൻ എപ്പോഴും വിചാരിച്ചെന്നാൽ എനിക്ക് എപ്പോഴും സക്സസ്ഫുള്ളായിട്ടുള്ളൊരു സമയം ന്യൂ മൂൺ ടു ഫുൾ മൂൺ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യം ഞാൻ ന്യൂ മൂൺ ടു ഫുൾ മൂൺ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ചെയ്യുമ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്ന സക്സസ്സും കിട്ടാറില്ല. മിക്കതും ആ പകുതി വെച്ച് മുടങ്ങുന്നു. അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഫുൾ മൂൺ ടു ന്യൂ മൂൺ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായില്ലേക്ക് എൻ്റെ നല്ല ടൈം അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസൊക്കെ കുറച്ച് ഹൈറ്റൻഡ് ആയിട്ട് നിൽക്കുകയും കുറച്ചുകൂടി എനിക്ക് ഒരു അഗ്രസീവ് നേച്ചർ വരുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ഫുൾ മൂൺ ടു ന്യൂ മൂണിലാണ്. അപ്പം ആ ഒരു ടൈമിലായിരിക്കും കുറച്ചുകൂടി എനിക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പം അതൊരു കൺഫർമേഷനാണ്. എനിക്കറിയാം ഇത് മലക്കൈറ്റ് അല്ല, പക്ഷേ എന്നാലും ഇതൊരു ഗ്രീൻ സ്റ്റോണാണ്, ജെയ്ഡാണ്. ഇത് രണ്ടും ഹാർട്ട് ചക്ര റിലേറ്റഡ് ആണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ മന്തിൽ നിങ്ങളുടെ സിഗ്നിഫിക്കൻ്റ് ചക്ര ഡെഫിനറ്റ്ലി ഹാർട്ട് ചക്ര ആൻഡ് ക്രൗൺ ചക്ര. എനിക്ക് ക്രൗൺ ചക്രയുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജീസാണ്. അപ്പം വർക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഗ്രീൻ ജെയ്ഡോ അല്ലെങ്കിൽ മലക്കൈറ്റോ ഒക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ അത് വാങ്ങി വർക്ക് ചെയ്യുക. അതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ കൂടി ഹാർട്ട് ചക്ര ഇംബാലൻസസ്, കാരണം നമ്മുടെ ഏറ്റവും നടുക്കുള്ള ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ താഴത്തെ 3 ചക്രാസ്, റൂട്ട്, സേക്രൽ, സോളാർ പ്ലെക്സസും അതുപോലെ തന്നെ ത്രോട്ട്, തേർഡ് ഐ ആൻഡ് ക്രൗൺ ചക്ര. ഇതിന് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഈ 2 സെറ്റ് ഓഫ് എന്താ പറയുക നമ്മുടെ ചക്രാസിനെ കണക്ട് ചെയ്യുന്ന മെയിൻ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയാണ്. അപ്പം അത് ഇംബാലൻസ് ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലോയെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം അത് ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്റ്റൽസുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ്. ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ. എല്ലാത്തിനും സൊല്യൂഷൻ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനേക്കാളും വലിയൊരു സൊല്യൂഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം കണ്ണടച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരുപാട് മെഡിറ്റേഷൻ മ്യൂസിക് ഫ്രീലി അവൈലബിൾ ആണ് യൂട്യൂബിൽ. ഏതെങ്കിലും ഇട്ട് കേൾക്കുക, 10 മിനിറ്റോ 15 മിനിറ്റോ കേൾക്കുക. കണ്ണടച്ചിരിക്കാൻ പറ്റുമ്പോൾ കണ്ണടച്ചിരിക്കുക, ഇല്ലാത്തപ്പോൾ ഈ പോട്ടെ. എന്താ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ.
പാസ്റ്റ് ലൈഫ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ വരുന്നുണ്ട്, ഇമോഷണൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതെല്ലാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആണ്. പാസ്റ്റ് ലൈഫ്സ്. റിലീസ് യുവർ പാസ്റ്റ് ലൈഫ് കർമ്മ. യു ആർ ആൻ ഓൾഡ് സോൾ വിത്ത് ഡീപ്പ് വിസ്ഡം. ഹീലിംഗ് യുവർ പാസ്റ്റ് ലൈഫ് വിൽ റേസ് യുവർ വൈബ്രേഷൻ. ഓക്കെ, നമ്മുടെ വൈബ്രേഷൻ റേസ് നമുക്ക്. കാരണം നമ്മുടെ ലൈഫിൽ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഈ കാണുന്നവർ ജന്മം ഉണ്ടെന്നും പുനർജന്മം ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വാസം കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻസ്, ഈ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്യാം. കാരണം ഈ ഒരു കാർഡ് വന്ന സ്ഥിതിക്ക് പാസ്റ്റ് ലൈഫ് റീഡിങ് നമുക്ക് ഒരു ദിവസം ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്റ്റ് ലൈഫ് റീഡിങ് ചെയ്യണം, ഇതിനകത്ത് ഇടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ. ഈ പറഞ്ഞ പാസ്റ്റ് ലൈഫിൽ നമ്മൾ പാസ്റ്റ് ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ ഈ ലൈഫിൽ കൊണ്ടുവരാറുണ്ട്. അപ്പം അതിൻ്റെ ബാക്കി കർമാസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഈ ജന്മം, അതായത് ഈ ജന്മത്ത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പല സിറ്റുവേഷനും നമുക്ക് മനസ്സിലാവില്ല. ലൈക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നം, എൻ്റെ ലൈഫിൽ എന്ത് തൊട്ടാലും ഞാൻ സ്റ്റക്കാണ്, വിചാരിച്ചാലും എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഞാൻ ചെന്ന് ചാടിയാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കിട്ടുന്നത്. ഞാൻ എത്ര വർക്ക് ചെയ്താലും ഹാർഡ് വർക്ക് ചെയ്താലും എൻ്റെ ലൈഫിൽ അതൊന്നും നടക്കുന്നില്ല. എന്താണ് റീസൺ എന്നുള്ളതൊക്കെ കൺഫ്യൂഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അതൊന്ന് നോക്കുക. ഓക്കെ, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിലാണെങ്കിലും എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷനാണ്. ലൈക്ക് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇതിനൊരു റീസൺ ആവാം എന്നുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് ഫൈനൽ മെസ്സേജ് എന്താണ്. ഈ പറഞ്ഞ പോലെ പൈൽ 3യുടെ ഫൈനൽ മെസ്സേജ്. എനിക്ക് 1 കാർഡും കൂടി വേണം തോന്നി. 1 കാർഡും കൂടി ചാടി വീണു. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. സക്സസ് നമ്മൾ വിക്ടറിയുടെ കാര്യം പറഞ്ഞിട്ടാണ്. വിക്ടറി ഇവിടെയുണ്ട്. ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എന്ത് കാര്യം ചെയ്താലും നമ്മൾ സക്സസ് ആയിരിക്കും, നമ്മൾ രാജാവിനെ പോലെ എന്ന് പറഞ്ഞു. സക്സസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. ഡിനയൽ. ഐ അക്നോളജ് മൈ ഫിയർ ബട്ട് ഐ റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ഇൻസൈറ്റ് ഓഫ് അവയർനെസ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഡിനയലിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ പല കാര്യത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രസ്റ്റിങ് അവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി. ഓറഞ്ച് സീക്രൽ. ഞാൻ നേരത്തെ ഹാർട്ട് ചക്ര സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ കാർഡ്സ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ സോളാർ പ്ലെക്സസ്. നിങ്ങളെ പൈൽ 1ഉം 3ഉം ആയിട്ട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പൈൽ 1ഉം കൂടെ ഒന്ന് പോയി കാണണേ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര കുറച്ച് കൂടി റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പൈൽ എന്ന് പറയുന്നത് പൈൽ 1 ആണ്. അപ്പം അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്, ഇത് അഫർമേഷനാണേ. പറ്റുവാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നോക്കിയിട്ട് പറയുകയോ ഒക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഈശ്വര എൻ്റെ ലൈഫിൽ ഇതേ പാറ്റേൺ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം പല സിറ്റുവേഷൻ ഫൊർഗീവ്നെസ്സിൻ്റെ കാർഡ് ഇവിടെ വന്നോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഫൊർഗീവ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും കുറച്ച് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും വരിക. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാർഡാണ്. ഐ ആം അട്രാക്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയർ ഗുഡ്. സക്സസ്. ഐ നോ ദാറ്റ് there is no greater goal than to love. ലവ് എനർജി നിങ്ങൾ 3 പൈലിനും ഉണ്ടായിരുന്നു കേട്ടോ. ലവിലൊക്കെ, കാരണം ലവ് തന്നെയാണ് അൾട്ടിമേറ്റ് എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണ്. ഡിനയൽ. ഐ അക്നോളജ് മൈ ഫിയർ ബട്ട് ഐ റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ഇൻസൈറ്റ് ഓഫ് അവയർനെസ്. നമുക്ക് എപ്പോഴും വേണ്ടുന്നൊരു സംഭവമാണ്. നമുക്ക് പേടി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തടയാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ അത് പേടിയിൽ നിന്ന് മാറി ആ ഒരു ഈ പറഞ്ഞ പോലെ ആ ഡിനയലിൽ നിന്നും മാറി അതിനെ ലവിലേക്ക്, ആ ഫിയറിൽ നിന്ന് മാറി ആ ലവ് എനർജിയിലേക്ക് വരിക, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ലവ് എനർജി, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു ടാസ്ക് ആയിരുന്നാലും റിലേഷൻഷിപ്പ് ആയിരുന്നാലും എല്ലായിടത്തും ആ ഒരു ലവ് എനർജിയിൽ വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ്. പൈൽ 3 വളരെ നല്ല റീഡിങ്. നിങ്ങളുടെ ലൈഫിലും ഈ പറഞ്ഞ പോലെ 2024 കുറച്ച്
ചാലഞ്ചിങ് ആയിട്ടുള്ള വർഷമായിരുന്നെങ്കിൽ 2025 ഒരുപാട് ചേഞ്ചസും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയും പോസിറ്റിവിറ്റിയും ഒക്കെ നിറയുന്ന ഒരു വർഷമായിരിക്കും 2025. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് 2025 ഫെബ്രുവരിയിലായിരിക്കും. ഫെബ്രുവരി വളരെ സിഗ്നിഫിക്കൻറ്റ് മന്താണ്. അങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് കാർഡ്സ് വൈസ് കിട്ടുന്നത്. ഓൾറൈറ്റ്, ഓക്കെ, alright. Thank you so much, Pile 3, for connecting. Lots of love and light. Take care. Bye. നമുക്കിനി പുതിയ അടുത്ത റീഡിങ്ങിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി. യാ, ഗുഡ് നൈറ്റ്, ഗുഡ് ഡേ, ബൈ ബൈ.